എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഉണ്ണിമോടെ സമയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് അനസൂയയും വിനോദും ഇരിക്കുന്ന കാറിന് ചുറ്റും നാഗങ്ങൾ ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്താണ് ഗിരിദേവനും വനമാലി അങ്ങോട്ട് വരുന്നത്. പിന്നീട് ഗിരിദേവനും വനമാലി വിനോദിനോടും അനസൂയോടും സംസാരിക്കുകയാണ്. ഗിരിദേവൻ പറഞ്ഞു, ഒരു കാരണവശാല് ഈ നാഗങ്ങൾ ഇങ്ങനെ വെറുതെ വന്ന് പത്തി പിരിച്ച നിങ്ങളുടെ അടുത്ത് നിൽക്കത്തില്ല. അതിന്റെ പിന്നിൽ വ്യക്തമായ ഒരു കാരണം ഉണ്ടായിരിക്കും. അത് ആന്റിക്ക് അറിയാന്ന് പറയണം. ഇതേടെ വിനോദ് അനസൂയ വിളിച്ചു. അനസൂയ സത്യം പറ, എന്താ കാരണം? നിനക്കറിയാലോ, നിനക്ക് സർപ്പാരാധനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലേ. അപ്പൊ നിനക്കെന്താ അതിനെക്കുറിച്ച് അറിയാനായിട്ട് സാധിക്കും. കാര്യം എന്താന്ന് ചോദിക്കാം. ഇത് കേട്ടതും വനമാലി പറഞ്ഞു, ആന്റിക്ക് പറയാനായിട്ട് മടിയുണ്ടായിരിക്കും. കാരണം ഉണ്ണിമോൾക്ക് സംഭവിച്ചത് എന്താണെന്നറിയോ? എല്ലാരും വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ഉണ്ണിമോൾക്ക് കഷ്ടകാലമുണ്ട്. അപ്പൊ കഷ്ടകാല സമയത്താണ് ഉണ്ണിമോളെ നാഗം കടിച്ചേ എന്നാണ്. പക്ഷെ അതല്ല സംഭവിച്ചേ. ഉണ്ണിമോളെ മനഃപൂർവ്വം കൊല്ലാണ്ട് ശ്രമിച്ചാന്ന് പറയാണ്. ഇതിവിടെ വിനോദ് ചോദിച്ചു, ഉണ്ണിമോളെ കൊല്ലാൻ ശ്രമിച്ച? അതെ, അങ്ങനെയാണ് സംഭവിച്ചെന്ന് പറയണം. പെട്ടെന്ന് ഗിരിദേവനോട് ചോദിച്ചു, സത്യം പറ ഗിരിദേവ, ആരാണ് എന്റെ ഉണ്ണിമോളെ ഇല്ലാതാക്കാൻ ശ്രമിച്ചേ? എനിക്കറിയണം. ഇത് കേട്ടതും ഗിരിദേവൻ പറഞ്ഞു, ആന്റി എന്താ ഒന്നും മിണ്ടായിരിക്കുന്നേ? ആന്റിക്ക് പറയാൻ ഉത്തരവൊന്നും ഇല്ലെന്ന് ചോദിക്കാം. ഇത് കേട്ടതും വിനോദ് പറഞ്ഞു, അല്ല എന്തോ കാര്യമായിട്ട് ഗിരിദേവൻ മനസ്സിൽ കൊണ്ടു നടക്കുന്നുണ്ടല്ലോ, എന്താണെങ്കിലും തുറന്നു പറ. അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഉണ്ണിമോളുടെ അച്ഛ, നിങ്ങൾ എന്താ ഉണ്ണിമോൾക്ക് തീർത്ഥം മേടിക്കാൻ പോയിട്ട് തിരികെ ഇങ്ങോട്ട് വന്നേ? അതിന്റെ കാര്യം എന്താന്ന് ചോദിക്കണം. തീർത്ഥം മേടിച്ചോണ്ട് കൊടുക്കണ്ടേ? ഉണ്ണിമോളുടെ ജീവൻ രക്ഷിക്കണ്ടേന്ന് ചോദിക്കും. പെട്ടെന്ന് വിനോദ് പറഞ്ഞു, പോകാനായിട്ട് ഇറങ്ങിയതാ, പക്ഷെ എങ്കിൽ തിരിച്ച് ഇങ്ങോട്ട് വരേണ്ടതായിട്ട് വന്നു. കാരണം പോകുന്ന വഴിക്ക് ഇവൾക്ക് ഭയങ്കര വയറുവേദനയൊക്കെ ആയിരുന്നു. ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ തിരികെ ഇങ്ങോട്ട് വന്നേ. ഉണ്ണിമോൾക്ക് ആ തീർത്ഥം കൊണ്ടേ കൊടുത്താലും ഉണ്ണിമോളുടെ ജീവൻ രക്ഷപ്പെടുള്ളൂ ഞങ്ങൾക്ക് അറിയാം. പക്ഷെ ഇവള് കിടന്ന് കരഞ്ഞു കഴിഞ്ഞപ്പോ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ലെന്ന് പറയണേ. ഇത് കേട്ടപ്പം ഗിരിദേവൻ ചോദിച്ചു, അല്ല സർപ്പങ്ങൾ ചുറ്റും വന്ന് നിന്നപ്പം ഇപ്പം ആന്റിക്ക് എന്താ വയറുവേദനയും കാര്യങ്ങളൊക്കെ ഇല്ലേ? സർപ്പങ്ങളെ കണ്ടു കഴിഞ്ഞപ്പോ പെട്ടെന്ന് കുഞ്ഞിന് വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ കുറിച്ചുള്ള ചിന്തയും ആ വയറുവേദനയൊക്കെ പോയെന്ന് ചോദിക്കാം. ഒരു നിമിഷം അനസൂയൊന്നും ഞെട്ടി. കള്ളത്തരങ്ങളെല്ലാം ഓരോന്നോരോന്നായിട്ട് അയ്യപ്പസ്വാമി അങ്ങനെ പുറത്തു കൊണ്ടുവരണം. അനസൂയൊന്നും മിണ്ടാതിരുന്ന ഇപ്പൊ വിനോദ് പറയാൻ ചെയ്യേ, നിനക്ക് എന്താ മറുപടി ഇല്ലാത്തെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും ഗിരിദേവൻ പറഞ്ഞു, ആന്റിയോട് പറഞ്ഞിട്ട് കാര്യമില്ല. ആന്റി കാര്യങ്ങളൊന്നും തുറന്നു പറയുന്നു തോന്നുന്നില്ല. പക്ഷെങ്കില് ഉണ്ണിമോൾക്ക് സംഭവിച്ച അതൊരു അപകടമല്ല, അത് മനഃപൂർവ്വം കരുതി കൂട്ടി ചെയ്താന്ന് പറയണം. പക്ഷെ വിനോദിന് എത്ര ആലോചിച്ചിട്ട് പിടി കിട്ടിയില്ല അതെന്തിനു വേണ്ടി ആര് ചെയ്തെന്നുള്ള കാര്യം. ഈ സമയം വിനോദ് അനസൂയോട് ചോദിച്ചു, നിനക്ക് എന്തൊക്കെ അറിയാൻ തോന്നേ, നീ കാര്യം എന്താന്ന് പറ എന്ന് പറയണം. ഗിരിദേവൻ പറഞ്ഞു, പറയാൻറ്റി, ഇനിയും പറയാന്നിട്ട് കാര്യമില്ല. ഒരു പക്ഷേങ്കില് ആ നാഗങ്ങളുടെ ചൂടേൽക്കാതെ ആ നാഗം മുട്ടയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷെ ആന്റിക്ക് അറിയാലോ, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ നാഗങ്ങള് കുലം തന്നെ മുടിപ്പിച്ചെന്നിരിക്കും. ഇതിനു മുമ്പ് ആന്റിയുടെ ഒരു മോൾക്ക് സംഭവിച്ചെന്താ? അപ്പൊ അറിയാലോ, ആന്റിക്ക് അതിനെക്കുറിച്ച് നന്നായിട്ട് അറിയാവുന്നല്ലേ. ഇനി ആന്റി മറച്ചു വെച്ചിട്ടാണെങ്കിൽ ആന്റിക്ക് സംഭവിക്കാൻ പോകുന്ന അതായിരിക്കും എന്ന് പറയാണ്. പെട്ടെന്ന് വിനോദ് പറഞ്ഞു, പറയടി, നീ കാര്യം എന്താന്ന് പറ. നീ മിണ്ടായിരുന്നിട്ട് കാര്യമില്ലെന്ന് പറയാ. അല്ല അത് പിന്നെ വിനോദേട്ടാ, ഈ നാഗത്തിന്റെ മുട്ടയുടെ കാര്യമൊക്കെ എന്താ ഗിരിദേവൻ പറഞ്ഞേ? അത് ഉണ്ണിമോള് നാഗത്തിന് മുട്ട എടുത്തായിരുന്നു. പാമ്പിന്റെ മുട്ട എടുത്തോണ്ട് വന്ന് കഴകപ്പുര വെച്ചായിരുന്നു പറയാണ്. കഴകപ്പുരയിലോ? ഉണ്ണിമോൾ എന്തിനാ അത് ചെയ്തേ? ഉണ്ണിമോൾ ഒരിക്കലും സ്വയംമനസാലെ അങ്ങനെ ചെയ്യില്ലെന്ന് എനിക്കറിയാം. സത്യം പറ, ആരാ അവളെ കൊണ്ട് ചെയ്യിച്ചെന്ന് ചോദിക്കാം. അവസാനം അനസൂയ പറഞ്ഞു, ഞാനാ. നീയോ? നീ എന്തിനാ അങ്ങനെ ചെയ്യിച്ചേ? നിനക്ക് എന്തായിരുന്നു ആവശ്യം? ഓഹോ, എനിക്കറിയാം. ഇപ്പം മനഃപൂർവ്വം നീ ചെയ്യിച്ചല്ലേ എന്റെ കുഞ്ഞിനെ കൊല്ലിക്കാൻ വേണ്ടിയിട്ട്. എനിക്കറിയാം, അങ്ങനെ എടുത്തോണ്ട് പോയിട്ടുണ്ടെങ്കിൽ നാഗങ്ങൾ പകയോടുകൂടി പുറകെ വരുമെന്നറിയാം. അപ്പൊ അതിനു വേണ്ടിട്ടല്ലേ നീ ചെയ്യിച്ചേ? എന്റെ കുഞ്ഞിനെ കൊല്ലിക്കാൻ വേണ്ടിയില്ലേ ചെയ്തേന്ന് ചോദിക്കാം. ഇത് കേട്ടതും അനസൂയ പറഞ്ഞു, അല്ല വിനോദേട്ടാ, അതുകൊണ്ടല്ല പിന്നെന്തിനാ? അത് പിന്നെ എന്റെ വയറ്റി വളരുന്ന കുഞ്ഞിനെ എനിക്ക് വേണമായിരുന്നു. ഒരു പക്ഷെ ഉണ്ണുമ്പോഴുടെ ജീവൻ അപകടത്തിൽപ്പെട്ടില്ലെങ്കിൽ എന്റെ വയറ്റി വളരുന്ന കുഞ്ഞിനെ നഷ്ടപ്പെടുന്നു പണിക്കര് പറഞ്ഞു. അപ്പൊ വേറെ നിവൃത്തിയില്ലാതെ ഞാൻ ചെയ്താന്ന് പറയണ. എന്നാലും ദുഷ്ടേ, നീ ഇത്രയ്ക്ക് ദുഷ്ടയായി പോയല്ലോ. ഞാൻ ഇത്രയ്ക്ക് ചിന്തിച്ചില്ല നിന്നെ കുറിച്ച്. എനിക്ക് ഇത്രയൊന്നും അറിയത്തില്ലായിരുന്നു നിന്നെ കുറിച്ച്. സ്വന്തം കുഞ്ഞിന് വേണ്ടിയിട്ട് ഉണ്ണിമോളെ ഇല്ലാതാക്കാൻ പോന്നേ നീ ഒരു അമ്മയാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെടുവാണ് വിനോദ്. ഈ സമയം ഗിരിദേവൻ പറഞ്ഞു, ഇനിയും കഴിഞ്ഞിട്ട് കാര്യമില്ല. എത്രയും പെട്ടെന്ന് ഞാൻ മുട്ട അവിടെ കൊണ്ട് തിരികെ കൊണ്ടേ വെച്ചാൽ മാത്രമേ ഈ പാമ്പുകളെല്ലാം ഇവിടുന്ന് പോകത്തുള്ളൂ എന്ന് പറയണം. ആ സമയം ഡ്രൈവർ ഇങ്ങനെ പേടിച്ചരണ്ട് വണ്ടിക്കകത്തിരിക്കുകയാണ്. ഡ്രൈവർ എടുത്തിട്ട് വനമാലി പറഞ്ഞു, ചേട്ടൻ ഇപ്പൊ പോയിക്കോ. പക്ഷെ പുള്ളിക്കാരന് ഡോർ തുറന്ന് പുറത്തിറങ്ങാൻ പേടി. ചുറ്റും സർപ്പങ്ങൾ ഇങ്ങനെ നിൽക്കില്ലേ, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ചേട്ടനെ അവരിപ്പോ ഒന്നും ചെയ്യത്തില്ല. പക്ഷെ ചേട്ടൻ ഇനി ഇവിടെ ഇരുന്നാല് ചേട്ടൻ ആപത്താന്ന് പറയണം. അവസാനം ഡ്രൈവർ അടങ്ങി ജീവനം കൊണ്ട് ഓടുവാണ്. പിന്നീട് ഗിരിദേവനും വനമാലിയും ഒക്കെ കൊണ്ട് പോകുമ്പോഴത്തേനും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത കാരണത്ത് അനസൂയയും വിനോദം ഇരിക്കുകയാണ്. ഈ സമയം ഉണ്ണിമോൾ ഇങ്ങനെ തന്റെ അമ്മയോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ വേറെ ആർക്കും കാണാനായിട്ട് പറ്റുന്നില്ല, ഉണ്ണിമോൾക്ക് മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. അമ്മേ, അത് പിന്നെ ഉണ്ടല്ലോ, ഒരു പക്ഷേങ്കില്
അച്ഛനും അമ്മയും കൂടെ തീർത്ഥം വാങ്ങിക്കാണ്ട് വിഷ്ണു ക്ഷേത്രത്തിലേക്ക് പോയേക്കുക. വിഷ്ണു ക്ഷേത്രത്തിൽ പോയി തീർത്ഥം മേടിച്ചുകൊണ്ട് കുടിച്ചു കഴിയുമ്പം എൻ്റെ കഷ്ടകാലങ്ങളൊക്കെ മാറുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ എനിക്ക് അമ്മയോടൊപ്പം അങ്ങോട്ടേക്ക് വരാൻ പറ്റില്ല. അമ്മയ്ക്ക് വിഷമാവെന്ന് ചോദിക്കാം. ഏ എനിക്ക് വിഷമോ? എനിക്ക് വിഷമമൊന്നുമില്ല മോളെ. കാരണം മോളുടെ അച്ഛനെ എനിക്കറിയാം. മോളുടെ അച്ഛൻ എത്രമാത്രം വേദനിക്കുന്നുണ്ടെന്ന് അറിയാം. അപ്പം അതുകൊണ്ട് മോൾ ഇവിടെ തുടരുന്നതാണ് എനിക്ക് ഒന്നുകൂടെ സന്തോഷം എന്ന് പറയാം. മോളുടെ അച്ഛൻ്റെ മനസ്സ് എനിക്ക് അറിയാൻ കഴിയുന്നുണ്ടെന്ന് പറയാം. ഇത് കേട്ടത് ഉണ്ണിമോള് പറഞ്ഞു, അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇത്രയും കാലമായിട്ടും അതെ അമ്മ എന്നെ ഒന്നും എടുക്കാതിരുന്നേ, അമ്മ എന്നെ എടുത്തിട്ട് കൊഞ്ചിച്ചിട്ട് ഒന്നുമില്ലോ എന്ന് പറയണം. ആ സമയം ആ ശാരിക പറഞ്ഞു, അത് പിന്നെ മോള് ജനിച്ചോണ്ട് ഞാൻ മരിച്ചു പോയല്ലേ, അതുകൊണ്ടല്ലേ മോളെ എനിക്ക് എടുക്കാൻ പറ്റാത്ത, മോള് വിഷമിക്കണ്ട, ഇനി ഞാൻ എടുത്തോളാം എന്നൊക്കെ പറയണം. അപ്പോഴേക്കുമാണ് അങ്ങോട്ടേക്ക് മിനിയും ജയനും അങ്ങോട്ട് വരുന്നത്. മിനിയും ജയനും വന്നു കഴിഞ്ഞപ്പോൾ മുത്തശ്ശി പറഞ്ഞു, നോക്ക് കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ ഉണ്ണിമോള്, എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്ന് പറയണം. മിനി വന്നിട്ട് ചോദിച്ചു, അല്ലമ്മേ പെട്ടെന്ന് എന്താ ഇങ്ങനെ സംഭവിക്കാൻ കാരണം? എന്താണെന്നറിയില്ല, പാമ്പ് കടി ഏറ്റു, എങ്ങനെയാ കടിയേറ്റ ഒന്നും അറിയത്തില്ല എന്ന് പറയണം. ഇപ്പൊ തന്നെ കണ്ടില്ല, അവള് പിച്ചും പേയും പറഞ്ഞുകൊണ്ടിരിക്കുക. അവളുടെ അമ്മ അവളുടെ അടുത്തിടുന്ന അവളുടെ വിചാരം. മരിക്കാൻ പോണ സമയത്ത് മരിച്ചു പോയ അല്ലു അടുത്തേക്ക് വരും എന്ന് പറഞ്ഞാൽ എത്ര കൃത്യമാ. ഇപ്പൊ അവളെ വിളിച്ചോണ്ടിരിക്കുന്ന പോലെ അവൾക്ക് ഫീൽ ചെയ്യുന്നേ. അവൾ അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറയണേ. ഇത് കേട്ടത് മിനിയും ജയനും അത്ഭുതത്തോട് കൂട്ട് ഉണ്ണിമോളെ നോക്കുവാണ്. ഉണ്ണിമോളെ ഇങ്ങനെ ശാരികയോട് സംസാരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. ഈ സമയത്താണ് ഗിരിദേവനും വനമാലിയും അങ്ങോട്ട് വരുന്നത്. ഗിരിദേവനും വനമാലിയും വന്നിട്ട് മിനിനെ ഒന്ന് നോക്കുകയാണ്. എന്നിട്ട് ചോദിച്ചു, ചേച്ചി കാബഡി മുഖം അണിഞ്ഞ് വീണ്ടും ഇങ്ങോട്ട് എത്തിയെന്ന് ചോദിക്കുക. ചേച്ചിക്ക് നാണമില്ല ഇങ്ങനെ വന്ന് നിൽക്കാനായിട്ട്, ലേശം കുറ്റബോധം പോലും തോന്നില്ലേന്ന് ചോദിക്കുക. ഇത് കേട്ടതും മീൻ പറഞ്ഞ്, എടാ നീ എന്താ ചെക്ക പറയണെന്ന് ചോദിക്കുക. ഒന്നും മനസ്സിലായില്ലല്ലേ, ചേച്ചിക്ക് ഒന്നും അറിയത്തില്ലല്ലേ എന്ന് ചോദിക്കുകയാണ്. ചേച്ചിയും കൂടെ കൂടി ചേർന്നിട്ടാണ് ഉണ്ണിമളി ഈ പരുവത്തിനാക്കിയെന്ന് പറയണം. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് പറയണം. തെറ്റ് ചെയ്തിട്ടില്ല പോലും. ചേച്ചി ചരിത്രം തെറ്റ് പിന്നെ ആരാ ചെയ്തേക്കെന്ന് ചോദിക്കാം. ഈ സമയം ദേവികമ്മ ചോദിച്ചു, എന്താ ഗിരിദേവൻ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, കാര്യം എന്താന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും മിനി പറഞ്ഞു, ഇവന് വെറുതെ ഭ്രാന്ത് പറയുന്നേ, അമ്മ ഇന്നും കേട്ട് വിശ്വസിക്കേണ്ടെന്ന് പറയണം. അതെ മിനി ചേച്ചി ഒരു കാര്യം മനസ്സിലാക്കണം. ഇപ്പൊ ഞാൻ പറഞ്ഞാൽ വിശ്വാസം ആകത്തില്ലല്ലേ, അതാ ഇപ്പൊ ഞാനതെല്ലാം തെളിവ് സാധനം കാണിച്ചുതരാം എന്ന് പറയണം. പിന്നെ ഒരു വാൽക്കണ്ണാടി എടുത്തു. എന്നിട്ട് ആ ദർപ്പണത്തിലേക്ക് നോക്കാനായിട്ട് മുത്തശ്ശിയോട് ആവശ്യപ്പെടുകയാണ്. മുത്തശ്ശി അവരെല്ലാം നോക്കണം. നോക്കിക്കഴിയുമ്പോൾ കാണുന്ന കാഴ്ച ഉണ്ണിമോള് പാമ്പുമുട്ട എടുത്തോണ്ട് പോകുന്നത്. പിന്നീട് ഉണ്ണിമോൾ അത് കൊണ്ട് കഴകുപ്പരെ കൊണ്ട് വെക്കുന്ന കാര്യങ്ങളൊക്കെ, ഉണ്ണിമോളെ പാമ്പ് കുത്തുന്ന എല്ലാം കാണുവാണ്. ഇതെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് ഉണ്ണിമോളെ കുറിച്ചുള്ള ഈ കാഴ്ചകൾ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും മുത്തശ്ശിക്ക് സമുദ്രേറ്റിപ്പോയി. അപ്പം മനഃപൂർവ്വം തന്നെ കുഞ്ഞിനെ ഇല്ലാതാക്കാനായിട്ട് അനസൂയ ചെയ്തതാണോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ്. അവളെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല, അവളിങ്ങോട്ട് വരട്ടെ, അവളെ ഞാൻ ഇല്ലാതാക്കി കളയുമെന്ന് പറയാം. ഈ സമയം ഗിരിജാൻ പറഞ്ഞു, അത് മുത്തശ്ശി ഇനിയിപ്പം ഇങ്ങനെ പറഞ്ഞിട്ട് സംസാരിച്ചിട്ട് കാര്യമില്ല, നടക്കേണ്ട നടന്നെന്ന് പറയണ. എന്നാലും അവൾ ഇത്ര ദുഷ്ടിയായി പോയല്ലോ, അവൾ കൂടുതൽ നിന്ന് ചതിക്കുകയല്ലേ ചെയ്തേ. സ്വന്തം കുഞ്ഞിനെന്ന പോലെ ഇവിടെ സ്നേഹിക്കേണ്ടതല്ലായിരുന്നോ? അതിന് പകരം അവൾ എന്തൊക്കെയാ കാണിച്ചു കൂട്ടി വെച്ചിരിക്കുന്നേ. അവൾക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ടെന്ന് മുത്തശ്ശി പറയാം. അവളെ നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അവളെ പച്ചയ്ക്ക് കത്തിച്ച് അവളെ ശരിയാക്കും ഞാൻ. കാരണം എന്റെ ഉണ്ണിമോളെ ഞാൻ എത്രമാത്രം സ്നേഹിക്കുന്നെന്ന് അവൾക്ക് അറിയത്തില്ല. അതുകൊണ്ടാണ് അവൾ ഇങ്ങനത്തെ കോലാഹലങ്ങളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കണേ. ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല എന്നൊക്കെ പറയണം. ഈ സമയം വനമാലി പറഞ്ഞ്, മുത്തശ്ശി പേടിക്കണ്ട, കലി അടങ്ങാതെ ആ നാഗങ്ങൾ ഇപ്പോഴും അലിഞ്ഞിരിയുന്നുണ്ടെന്ന് പറയാം. അതെ ഉണ്ണിമോളുടെ ചോരയുള്ളൊരു ചോര അതിന് കിട്ടേണ്ടേ. അല്ല മിനി ചേച്ചിയുടെ മോളുടെ ആതിരയുടെ ചോര ഇത് പിന്നെ ഉണ്ണിമോളുടെ ചോര ഒന്ന് തന്നെയല്ലേ? ഒരു കാര്യം ചെയ്യാം, നാഗത്തിന് ഇങ്ങോട്ട് പറഞ്ഞു വിട്ടേക്കാം എന്ന് പറയണം. ആതിരയുടെ അടുത്തേക്ക്. അയ്യോ വേണ്ട ഗിരിദേവെന്ന് പറയണം. അതെന്താ വേണ്ടാത്തെ? അവള് പാവാന്ന് പറയണ. ഓഹോ അപ്പൊ ഉണ്ണിമോളാണോ പാവല്ലാത്തെ? നിങ്ങളുടെ മോളെ തൊട്ടപ്പോൾ നിങ്ങൾക്ക് പൊള്ളിയല്ലേന്ന് ചോദിക്കുക. എല്ലാവർക്കും അങ്ങനെ തന്നെയാ. കാക്കയ്ക്ക് തൻകുഞ്ഞു പൊൻകുഞ്ഞെന്ന് പറഞ്ഞ പോലെ ഒരു അവസ്ഥയാ. ഇനി മനസ്സിലാകത്തെ നിങ്ങളാന്ന് പറയാണ്. അയ്യോ ഗിരിദേവ എനിക്കൊരു അബദ്ധം പറ്റിയതാ, ആ സമയത്ത് എന്തോ ഒരു ദുഷ്ടശക്തിയുടെ നാവിന്തുമ്പത്തുണ്ടായിരുന്നു പറയണം. പെട്ടെന്ന് ഗിരിദേവനും വനമലിക്കും കാര്യം മനസ്സിലായി. കാരണം യമദേവന്റെ പ്രഭാവം അവളിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് മിനിയില്. പിന്നീട് മിനിയോട് പറഞ്ഞു, സാരമില്ല നീ ഒരു കാര്യം ചെയ്യാം, ഇപ്പൊ നിന്നെ ശിക്ഷിക്കാനായിട്ട് കൂട്ടാക്കുന്നില്ല, നിനക്ക് എന്തായാലും ശിക്ഷ കിട്ടാനും പോകുന്നില്ല, നീ ഉണ്ണിമോളുടെ അടുത്ത് ചെന്ന് അവളോട് മാപ്പ് പറഞ്ഞാൽ മതി, കാല് പിടിച്ച് യാചിച്ചാൽ മതി എന്നൊക്കെ പറയണം. അങ്ങനെ ഉണ്ണിമോളുടെ അടുത്ത് ചെന്നിട്ട് മാപ്പ് പറയണം. ഈ സമയം ഗിരിദേവന് പിന്നെ അവരൊന്നും ജയനെ നോക്കണം. ജയൻ പറഞ്ഞു, ഇനി ഇങ്ങനെ കിടത്തിയിട്ട് കാര്യമില്ല, അങ്ങനെയാണ് എത്രയും പെട്ടെന്ന് നമുക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം, പിടിക്കും മിനി എന്ന് പറയണം. അങ്ങനെ ജയൻ കോരി എടുത്തിട്ട് ജയനും മിനിയും കൂടെ കൂടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനായിട്ട് പോവാണ് ഉണ്ണിമോളെയും കൊണ്ട്. ഈ സമയത്ത് ഉണ്ണിമോൾ ഇങ്ങനെ പതുക്കെ വരെ പിച്ചയും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് അതിന് കണ്ണൂർന്ന് നോക്കി. അല്ല എന്നെ എങ്ങോട്ടാ കൊണ്ടുപോകണമെന്ന് ചോദിക്കുകയാണ്. അത് പിന്നെ ക്ഷേത്രത്തിലേക്ക്. എനിക്കിപ്പോൾ ഒരിടത്തേക്കും പോകണ്ടെന്ന് പറയണം. ഒരിടത്തേക്കും പോകണ്ടേ മോൾ എന്തൊക്കെയാ പറയണേ? അതെ എനിക്കിപ്പോൾ ഒരിടത്തേക്കും പോകണ്ടെന്ന് പറയണം. എനിക്ക് ആ ശിവലിംഗത്തിന്റെ അടുത്തേക്ക് പോയാൽ മതി എന്ന് പറയണം. ശിവലിംഗത്തിന്റെ അടുത്തോ? അതെ എനിക്ക് അവിടെ പോയിരുന്നാൽ മതി എന്ന് പറയണം. ഇത് മോളെ അത് പിന്നെ അമ്മ ഇതറിഞ്ഞില്ല, മുത്തശ്ശി അറിഞ്ഞ ഒരു കുഴപ്പമില്ല,
എന്നെ അവിടെ കൊണ്ടുവന്ന് ഇരുത്തിയാൽ മതി എന്ന് മാത്രം പറയാണ്. ഞാൻ പോയിക്കൊള്ളാന്ന് പറയാം. പിന്നീട് വണ്ടി നിർത്തിയിട്ട് ഉണ്ണിമോൾ അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി നേരെ ശിവലിംഗം ലക്ഷ്യമാക്കി നടക്കുകയാണ്. അങ്ങനെ ഉണ്ണിമോള് പോയി അവിടെ നിന്ന് കണ്ണച്ചി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ആ സമയം മിനിയും ജയനും കൂടെ അങ്ങോട്ട് വന്നു. മോളെ നീ എന്ത് ഇരിപ്പായിരിക്കുന്നേ, സമയം പോയിക്കൊണ്ടിരിക്കുന്ന കണ്ടില്ലേ, ബാ തിരിച്ചു വാ, നമുക്ക് പോവാന്ന് പറയണ. വേണ്ട വേണ്ട വലിയച്ച, ഞാൻ ഇവിടെ തന്നെ ഇരുന്നോളാം, ഞാൻ എങ്ങോട്ടും പോകുന്നില്ല, എനിക്ക് ഇവിടെ ഇഷ്ടം, എനിക്കൊന്നും സംഭവിക്കില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്, ഞാൻ ഇവിടെ ഇരുന്നോളാം എന്നൊക്കെ പറയാണ്. അങ്ങനെ ഉണ്ണിമോൾ എന്ത് ചെയ്യണം, അവിടെ തന്നെ ഇരിക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു.